ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് മാതേവര് വിൽക്കുന്ന കണ്ടാലോ? ഉത്രാടം രാവിലെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ അമ്മമ്മ മാവ് കൊണ്ട് വരയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ മാവ് കൊണ്ട് വരച്ചിട്ട് വേണം നമ്മൾ മാതേവരെ വെക്കാൻ. ഇതൊരു ആചാരമായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല, മാതേവരെ വെക്കാറില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ മാവ് കൊണ്ടൊക്കെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ മാവ് കൊണ്ട് അണിയിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നീട് നാക്കല വെച്ചു. വിളക്കിന്റെ തളിക വെക്കാനും നാക്കല വെക്കാറുണ്ട്. പിന്നീട് മഹാബലിയെ നടുവിലായിട്ട് വെച്ചു. പിന്നീട് വലതു ഭാഗത്തായിട്ട് ഗണപതിയെ വെച്ചു. പിന്നീട് ഇടതു ഭാഗത്തായിട്ട് വാമനനെ വെച്ചു. പിന്നീട് മഹാബലിയുടെ 4 കുട്ടികളെയാണ് വെച്ചത്. 4 മൂലയ്ക്കായിട്ടാണ് അവർ വയ്ക്കുക. പിന്നീട് കാവൽക്കാരെയാണ് കേട്ടോ വെക്കുക. ഒരാളെ വീടിൻ്റെ പിൻഭാഗത്തും ഒരാളെ മുൻഭാഗത്തുമാണ് വെക്കുക. പിന്നീട് അവരെ മാവ് കൊണ്ട് അണിയിക്കുകയാണ്. മുത്തൻ, മുത്തി, ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഉരൽ എന്നിങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കിയവയാണ് വെക്കുക. അമ്മമ്മയാണ് കേട്ടോ അതുണ്ടാക്കുക. മാവ് കൊണ്ട് അണിയിക്കും. പിന്നീട് കാവൽക്കാരെയാണ് കേട്ടോ അണിയിക്കുന്നത്. പിന്നീട് അലങ്കരിക്കുവാണ് പൂക്കൾ വെച്ച്. കൃഷ്ണകിരീടം, ചെണ്ടുമല്ലി, തുളസി എന്നിവ വെച്ചാണ് ഞങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത്. ഞാനും അമ്മമ്മേനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തൊട്ടടുത്ത വീട്ടിൽ പോയിട്ടാണ് പൊട്ടിച്ചിട്ട് വന്നത്. പിന്നീട് പുറത്തുള്ളവരെയും ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നീട് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഇട്ടു. ഇതാണ് കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ അലങ്കരിച്ചത്. പിന്നീട് വിളക്കൊക്കെ കൊളുത്തി പൂജിക്കുകയാണ്. 3 നേരം ഭക്ഷണം കൊടുക്കണം. രാവിലെ പുഴുങ്ങിയ പഴമാണ് കേട്ടോ കൊടുത്തത്. ഉച്ചയ്ക്ക് സദ്യയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ സന്ധ്യ നേരത്ത് ഞങ്ങൾ പപ്പടമാണ് കൊടുത്തത്.
പുറത്തുള്ളവരാണ് കേട്ടോ പൂജിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.